ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ അന്വേഷണ ചുമതല ആഭ്യന്തര വിജിലൻസ് എസ്പിക്ക്. പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം കൈമാറിയ ഉത്തരവ് റദ്ദാക്കാൻ PSC. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ പിഴവുണ്ടായെന്ന് പരീക്ഷാ കൺട്രോളർ. ക്രമക്കേട് പരിശോധിച്ച് ഗൗരവമുള്ള നടപടിയുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല. അയോധ്യ ക്ഷേത്ര കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പുറത്ത്. രാജി അംഗീകരിച്ച് ട്രസ്റ്റ് യോഗം. വിശ്വ ഹിന്ദു പരിഷത്ത് അന്തർദേശീയ ജനറൽ സെക്രട്ടറി ബജറംഗ് ബാഗ്ര പുതിയ ജനറൽ സെക്രട്ടറി ആയേക്കും. ചമ്പത് റായിയുടെ സ്വത്തുവിവരങ്ങൾ തേടിയ SIT. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അലഹാബാദ് ഹൈക്കോടതി തള്ളി. കേസിൽ ഹാഫിസ് സയ്യിദ് മുഖ്യ സൂത്രധാരൻ. പ്രതിയേർത്ത് ദേശീയ അന്വേഷണ ഏജൻസി. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തതിനും വിദേശത്തിരുന്ന് രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തിയതും കുറ്റം. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനും തെളിവ്. കുറ്റപത്രം ജമ്മുവിലെ പ്രത്യേക NIA കോടതിയിൽ സമർപ്പിച്ചു. മന്ത്രി സണ്ണി ജോസഫിന് പിന്നാലെ T സിദ്ദിഖും ബിന്ദു നിയമന വിവാദത്തിൽ. ഭാര്യയുടെ ബിസിനസ് പങ്കാളി പ്രണവ് ഹരിയെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിനെതിരെ വയനാട്ടിൽ പടയൊരുക്കം. ശുപാർശ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി പ്രളയം. കത്തയച്ചും നേരിട്ട് കണ്ടും യൂത്ത് കോൺഗ്രസുകാർ. ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് പാക് അധിനിവേശ കശ്മീരിലെ പ്രക്ഷോഭകാരികൾ. മാനുഷിക പരിഗണന നൽകി ഇന്ത്യ സഹായങ്ങൾ എത്തിക്കണമെന്ന് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് സർദാർ അമൻ ഖാൻ. പൂഞ്ച് ധോഡ മേഖലകൾ തുറന്നു നൽകാൻ ഇന്ത്യ തയ്യാറാകണമെന്നും ആവശ്യം. POKയിൽ പാക് ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുന്നു. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ ട്രംപിനെതിരെയും നെതന്യാഹുവിനെതിരെയും കൊലവിളി. ഇരുവരെയും കൊലപ്പെടുത്തണമെന്ന ആഹ്വാനവുമായി പ്ലക്കാർഡുകളും. ട്രംപിന്റെ കൊലപാതകം ഞങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് ജനം. സംസ്കാരം വ്യാഴാഴ്ച അയത്തുള്ളയുടെ ജന്മനാട്ടിൽ. ഉപനേതാവിനെ തീരുമാനിക്കാനാവാത്ത പ്രതിസന്ധിക്കിടെ LDF യോഗം ചേരാൻ തിരക്കിട്ട നീക്കം. സമാധാനത്തിൽ പോകുന്നതിനിടെ CPIയെ പ്രകോപിപ്പിച്ച് പിണറായി വിജയന്റെ പ്രസ്താവന. പരസ്യമായി അതൃപ്തി പ്രഖ്യാപിച്ച CPI നേതൃത്വം. ഈ ആഴ്ച തന്നെ യോഗം ചേർന്നേക്കും. ഓണത്തിന് മലയാളിക്ക് റെയിൽവേയും ആശ്വാസം. കേരളത്തിലേക്ക് 100 അധിക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ മന്ത്രി. സമയവിവരവും റൂട്ടുകളും സ്റ്റോപ്പുകളും ഉടൻ. കോൺഗ്രസ് സർക്കാരിൽ വീണ്ടും ബന്ധു നിയമന നീക്കം. കൃഷിമന്ത്രി T സിദ്ദിഖിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ സ്റ്റാഫിൽ ഉൾപ്പെടുത്താനാണ് മന്ത്രിയുടെ ശുപാർശ. പ്രണവ് ഹരിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണമെന്നാണ് ആവശ്യം. വയനാട്ടിലെ കോൺഗ്രസിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയരുന്നത്. നിരവധി പരാതികൾ ലഭിച്ചതോടെ മന്ത്രിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി തീരുമാനം വൈകിപ്പിക്കുകയാണ്. കോൺഗ്രസിൽ പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇത്തവണ കുരുക്കിലാകുന്നത് കൃഷിമന്ത്രി T സിദ്ദിഖാണ്. സിദ്ദിഖിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ അദ്ദേഹം ശുപാർശ ചെയ്ത പേരാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമാകുന്നത്. പ്രണവ് ഹരി എന്ന ആളെയാണ് സിദ്ദിഖ് തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്ത് നൽകിയത്. പ്രണവ് ഹരി കൃത്യമായ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളല്ല. പക്ഷേ അദ്ദേഹം T സിദ്ദിഖിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയാണ്. അതാണ് ഇപ്പോൾ വിവാദങ്ങൾ കാരണം. ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ എങ്ങനെ പേഴ്സണൽ സ്റ്റാഫിൽ കൊണ്ടുവരുന്ന ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, കൽപ്പറ്റയിലെ യുവ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ എതിർപ്പുമായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ചില നേതാക്കൾ നേരിട്ട് മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് പരാതി അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പശ്ചാത്തലം നേരിട്ടില്ലാത്ത, കോൺഗ്രസിനെ പലപ്പോഴും പ്രശ്നത്തിലാക്കിയിട്ടുള്ള ആളെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായി, അതും വളരെ പ്രധാനപ്പെട്ട അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പോലെ ഉയർന്ന തസ്തികയിൽ ഉയർന്ന ശമ്പളം നിയമിക്കുന്നത് അനുവദിക്കണമെന്ന ആവശ്യവുമായാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ പരാതി പ്രവാഹം ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഈ ഫയൽ പിടിച്ചുവച്ചിരിക്കുകയാണ്. ഇതുവരെയും നിയമനത്തിന് അനുമതി നൽകിയിട്ടില്ല. മന്ത്രിയുടെ ഭാര്യയുടെ ബിസിനസ് പങ്കാളി എന്നത് മാത്രമാണ് ഇയാൾക്ക് കോൺഗ്രസുമായുള്ള ബന്ധമെന്ന ആരോപണവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. നേരത്തെ KPCയുടെ അധ്യക്ഷൻ കൂടിയായ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നിയമിച്ച് വിവാദം ശക്തമായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് രാജിവെച്ച് ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ
മന്ത്രി ബന്ധുവിനെ രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. ഇതുവരെയും പല മന്ത്രിമാർക്കും പ്രൈവറ്റ് സെക്രട്ടറിമാർ അടക്കമായിട്ടില്ല. പേഴ്സണൽ സ്റ്റാഫ് നിയമനം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പല ഓഫീസുകളുടെയും പ്രവർത്തനം നേരാവണ്ണം നടക്കാൻ കഴിയാത്തതും പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഒരു അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയും രാജിവെച്ചു. അതും ഓഫീസിലെ തർക്കങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രശ്നത്തിലാക്കുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ടി സിദ്ദിഖ് തന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്താനുള്ള വഴിവിട്ട നീക്കം നടത്തുന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. അതേസമയം ബന്ധു നിയമന വിവാദത്തിൽ സിദ്ദിഖ് പറയുന്നത് താൻ ഈ വിവാദം അനാവശ്യമാണ് എന്നാണ്. പ്രണവ് കെ ഹരിയെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നാണ്. MLA എന്ന നിലയിൽ താൻ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ടീം ഹെഡാണ് പ്രണവ്. അദ്ദേഹത്തെ ബിസിനസ്സുകാരനായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും സിദ്ദിഖ് പറഞ്ഞു. പ്രണവ് സി ഹരി എന്ന് പറയുന്ന പയ്യൻ ദുരന്തത്തിന് ശേഷം ഞാൻ നടത്തിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ നെടുന്തൂണായ പയ്യൻ. എന്റെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ എല്ലാ ഏകോപനത്തിനും നേതൃത്വം കൊടുക്കുന്ന ടീം ഹെഡായി പ്രവർത്തിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് പ്രണവ് സി. അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരനായിട്ടാണ് വാർത്തയിൽ ചിത്രീകരിച്ചത്. വാർത്തയിൽ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ഞാൻ അങ്ങനെ ശുപാർശ ചെയ്തിട്ടില്ല. ഇപ്പൊ ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത തീർത്തും തെറ്റാണ്. ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പ് അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് വിടാൻ PSC യോഗത്തിൽ തീരുമാനം. പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം കൈമാറിയ ഉത്തരവ് റദ്ദാക്കും. ചെയർമാനെതിരെ യോഗത്തിൽ ശക്തമായ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം. ആസൂത്രണ ബോർഡിലെ മൂല്യനിർണ്ണയ ക്രമക്കേടിൽ നേരത്തെ PSC ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അന്ന് സ്വാഭാവികമായും എല്ലാവരും ധരിച്ചതും PSC അംഗങ്ങൾ മനസ്സിലാക്കിയതും PSCയിലെ വിജിലൻസ് SP അന്വേഷിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് അന്വേഷണം നടത്തിയത് അവിടെ ആഭ്യന്തര വിജിലൻസിലെ കൺവീനർ കൂടിയായ പരീക്ഷാ കൺട്രോളറാണ്. ഇത് അന്വേഷണം അട്ടിമറിക്കാൻ തരത്തിൽ വലിയ വിമർശനം ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും PSC യോഗം ചേരുകയും അവിടെ അംഗങ്ങൾ PSC നേരത്തെ തന്നെ ആ തീരുമാനം എടുക്കേണ്ടതായിരുന്നു, SP-യെ കൊണ്ട് അന്വേഷിപ്പിക്കണമായിരുന്നു. അല്ലാത്ത സാഹചര്യം PSCയുടെ വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. വലിയ തെറ്റിദ്ധാരണ പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SP അന്വേഷിക്കണമെന്ന ആവശ്യം ചില അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. അതിനൊടുവിലാണ് PSC വിജിലൻസ് SP-യെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കമ്മീഷൻ യോഗം തീരുമാനിച്ചത്. നേരത്തെയുള്ള ഉത്തരവ് റദ്ദാക്കി പുതിയ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങും. ഇതുമായി ബന്ധപ്പെട്ട വലിയ സമര പരിപാടികളും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തിയത് PSC ആസ്ഥാനത്തേക്കാണ്. ശക്തമായ സമരമുണ്ടാകുമെന്ന സൂചന യൂത്ത് കോൺഗ്രസും നൽകുന്നു. ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഇവിടെ കുഫോസിന്റെ നേതൃത്വത്തിലാണ്. ഇവിടെ എഴുത്തു പരീക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കുഫോസിന്റെ അധ്യാപകരാണ്. ഇവിടെ ഇന്റർവ്യൂ നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് PSC എന്നുള്ള ന്യായമായ ചോദ്യം ഇവിടെ യൂത്ത് കോൺഗ്രസ് ചോദിക്കുകയാണ്. അവിടെ കുഫോസ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യം തയ്യാറാക്കുന്നു, ചോർത്തി കൊടുക്കുന്നു. എഴുത്തു പരീക്ഷയ്ക്ക് കുഫോസിന്റെ അധ്യാപകരെ ഉൾപ്പെടുത്തുന്നു, ഇന്റർവ്യൂവിൽ കുഫോസിന്റെ അധ്യാപകരെ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് കുഫോസിലടക്കം നടന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആസൂത്രണ ബോർഡിന്റെ ചീഫിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് 220 പേരാണ് ആ പരീക്ഷയിൽ പങ്കെടുത്തത്. കേവലം 220 പേർ പങ്കെടുക്കുന്ന പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത രീതിയിൽ ഈ PSC മാറിയിരിക്കണം. പിന്നെ എങ്ങനെയാണ് 10,000 വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ വളരെ സുതാര്യമായി നിയമപരമായി അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ നടത്തുന്നത് എന്ന ന്യായമായ ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. യുവമോർച്ചയും ഇതുമായി ബന്ധപ്പെട്ട സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വലിയ സമര പരിപാടികൾക്ക് കേരളം സാക്ഷിയാകേണ്ടി വരും. വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് PSC. അതിനെ ഇങ്ങനെ നശിപ്പിക്കാൻ അനുവദിക്കുന്ന നിലപാടാണ് പൊതുവിൽ യുവജന സംഘടനകൾ സ്വീകരിക്കുന്നത്. PSCയുടെ ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്നവർ PSCയെ നന്നായി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അതിനുള്ളിലേക്ക് കടന്നു വന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരികൾ അതിനെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറിയിരിക്കുകയാണ്. PSCയിൽ പഠിച്ച് തൊഴിൽ തേടുമെന്ന് പറഞ്ഞ് ലിസ്റ്റിൽ വന്ന് കാത്തിരുന്ന ഉദ്യോഗാർത്ഥികളെ മുഴുവൻ വഞ്ചിച്ച് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും തൊഴിൽ കൊടുക്കാനുള്ള ഒരു കേന്ദ്രമാക്കി PSCയെ അവർ മാറ്റിയിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ആശ്രയമായ PSCയിൽ സ്വജനപക്ഷപാതത്തിന്റെ അങ്ങേയറ്റമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ, ആശങ്കകൾ, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനെതിരെ ഒരു അന്വേഷണം കൃത്യതയോടുകൂടി നടപ്പിലാക്കണമെന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ള ആവശ്യം. PSCയുടെ അന്വേഷണം നടക്കുമെങ്കിലും സമാന്തരമായ അന്വേഷണം സർക്കാർ നടത്താൻ തന്നെയാണ് സാധ്യത. ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയിട്ടുണ്ട്. വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയും എന്ന ഒരു ഉപദേശം വിജിലൻസ് വകുപ്പിന് ലഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ വൈകാതെ ഈ അന്വേഷണവും പ്രഖ്യാപിക്കും. ആ സൂചനകളാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നൽകിയത്. ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യാബിനറ്റ് കൂടുന്നുണ്ടല്ലോ ബുധനാഴ്ച. ആ കാര്യത്തിൽ ആ തീരുമാനം ബുധനാഴ്ച ഉണ്ടാകും. മുഖ്യമന്ത്രി അതിനു വേണ്ടിയിട്ട് ഞങ്ങളോടെല്ലാം കാര്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
കാരണം കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോട് വിശദമായി കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ മന്ത്രിസഭാ യോഗത്തിലും PSCയിലെ ക്രമക്കേട് ചർച്ചയായി വന്നിരുന്നു. ഇത് മാത്രമല്ല, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും അതുപോലെ തന്നെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് പരീക്ഷകളിലുമൊക്കെ ക്രമക്കേട് നടന്നതായ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് തീരുമാനിക്കാനാണ് സാധ്യത. പത്തനംതിട്ടയിലെ 13 വയസ്സുകാരിയുടെ വ്യാജ പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവാവിന്റെ പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും യുവാവ് പരാതി നൽകി. അതേസമയം പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് DYFI CPM പ്രവർത്തകർ കോന്നി കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പത്തനംതിട്ടയിൽ 13 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ള വ്യാജ പരാതിയിൽ കസ്റ്റഡിയെടുത്ത യുവാവിന് ക്രൂരമായ പീഡനമാണ് പോലീസിന്റെ ഏൽക്കേണ്ടി വന്നത്. പോലീസ് കസ്റ്റഡിയെടുത്ത ഉടൻ തന്നെ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിനു ശേഷം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവാവിന്റെ പരാതിയിൽ പറയുന്നത്. എന്തായാലും വയറ്റിലും ചെവിയിലുമൊക്കെ പരിക്കേറ്റ ഒരവസ്ഥയിലാണ് ഈ യുവാവുള്ളത്. കൂടൽ പോലീസ് മഫ്തിയിൽ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ മഫ്തിയിൽ വീട്ടിലെത്തി യുവാവിനെ കസ്റ്റഡിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ബൂട്ട് ഇട്ട കാലുകൊണ്ട് ചവിട്ടുകയും ഇടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതായുള്ള പരാതിയിൽ പറയുന്നത്. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണ് ഈ പരാതിക്കാരനായ യുവാവ്. തന്നെ മർദ്ദിക്കരുത്, തനിക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും പോലീസ് ഇതൊന്നും വകവയ്ക്കാതെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് യുവാവിന്റെ പരാതിയിൽ പറയുന്നത്. ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കുമെല്ലാം യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ യുവാവ് ചികിത്സ തേടിയിരിക്കുന്നത്. വ്യാജ പരാതിയാണെന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് എടുത്തു ചാടി പോലീസ് ഈ പ്രതികളായി സംശയിക്കുന്ന പ്രായപൂർത്തിയാകാത്തവരെ അടക്കം 6 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ കസ്റ്റഡിയെടുത്തതിനു ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ യുവാവിന് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അതേസമയം പെൺകുട്ടിയുടെ മൊഴി പിന്നീട് മാറ്റിപ്പറയുകയും വൈദ്യപരിശോധനയിൽ പീഡനം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പിന്നീട് ഇവരെ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഈ കേസിൽ പോലീസിന് വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് വളരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. CPM-ഉം DYFI-യും സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. പോലീസിന് വലിയ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതി കിട്ടിയ ഉടൻ തന്നെ കൃത്യമായ ഒരു പരിശോധനയോ അന്വേഷണമോ നടത്താതെ പ്രതികളെ പെട്ടെന്ന് തന്നെ സംശയിക്കുന്നവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലേക്ക് പോലീസ് മാറി എന്നുള്ളതാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വകുപ്പ് തല അന്വേഷണമോ ഒരുപക്ഷെ നടപടിയോ ഒരുപക്ഷെ ഈ പോലീസുകാർക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഹൃദ്രോഗിയായ യുവാവാണ്. അവർക്കുണ്ടായ മാനനഷ്ടം കാരണം കുടുംബവും ഇത് സംബന്ധിച്ച് ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രതികളായി സംശയിച്ചെന്ന് പറയുന്ന 4 പ്രായപൂർത്തിയാകാത്ത സഹപാഠികളുടെ വീട്ടുകാരും ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പോലീസിന് ഈ പരാതിയിൽ, ഈ പെൺകുട്ടിയുടെ വ്യാജ പരാതിയിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് നിലവിലത്തെ കണ്ടെത്തൽ. അതനുസരിച്ചുള്ള ചിലപ്പോൾ അന്വേഷണം വരും. ആ അന്വേഷണത്തിൽ ഈ കുറ്റക്കാരായ കൂടൽ SIയും അതുപോലെ തന്നെ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ മർദ്ദനത്തിൽ ശരീരത്തും ഒക്കെ പാടുകളിൽ മർദ്ദനമേറ്റ പാടുണ്ട്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ഈ യുവാവ് ചികിത്സയിലാണ്. കോന്നിയിലെ വ്യാജ പീഡന പരാതിയിൽ പോലീസിനെതിരെ ആരോപണമായി പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളുടെ മാതാപിതാക്കൾ രംഗത്ത്. മക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുപോയി കോളറിന് കുത്തിപ്പിടിച്ചെന്നും മോശമായി പെരുമാറിയെന്നുമാണ് ആരോപണം. മക്കൾ ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് വിഷമത്തോടെ പറഞ്ഞതായി മാതാപിതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ നീതി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇടവേള. Champions in the arena. Rise from the streets. Remember champions.
സാങ്കേതിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾ തുടരുന്നതിനിടെ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് പ്രാദേശിക നേതാവ് രംഗത്ത്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവായ സർദാർ അമൻ ഖാനാണ് ഇന്ത്യയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്നും മാനുഷിക പരിഗണന നൽകി ഇന്ത്യ സഹായങ്ങൾ എത്തിക്കണമെന്നും അഭ്യർത്ഥിച്ചത്. റാവലക്കോട്ടയിലെ ഈദ്ഗാ ഗ്രൗണ്ടിൽ നടന്ന വൻ പ്രതിഷേധ റാലിയിലാണ് സർദാർ അമൻ ഖാൻ ഇന്ത്യയോട് സഹായം തേടിയത്. हमें सीज़फायर लाइन का खात्मा चाहिए और हमें आपकी हमायत चाहिए। मेरी आवाम से अपील है, उस पार आवाम से अपील है कि आवाम जो है वो बढ़ेंगे। और रास्ते मैंने आपसे कहा ना, रास्ते अगर हम ये सियासी मुकालमे के लिए अगर हमने दरवाजा खोला हुआ है, अगर रास्ता खोला हुआ है और अगर कोई ये समझता है कि वो हमारी दिली गुफ्तगुओं को सुन के अगर कोई ये समझता है कि हम कहीं फंसे हुए हैं तो उसकी खामख्याली है। कोई नहीं फंसा हुआ। रास्ते हम बताएंगे तुम्हें इंशाअल्लाह ताला। रास्ते उसके बाद देखोगे सारे रास्ते इंशाअल्लाह ताला हम बताएंगे उसके बाद रास्ते के रास्ते कहाँ हैं। सीज़फायर लाइन की तरफ कदम बढ़ाए जाए कि ना बढ़ाए जाए? जोर से बताइए, बढ़ाए जाए कि ना बढ़ाए जाए? बढ़ाए जाए। लिखने वालों लिखो, देख के जाओ और आवाम जरा जोर से बताओ, सीज़फायर लाइन की तरफ कदम बढ़ाए जाए कि ना बढ़ाए जाए? ഞങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം വേണം, ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ ക്ഷാമമാണ് എന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും കൊലവിളി. ഇരുവരെയും കൊലപ്പെടുത്തണമെന്ന ആഹ്വാനവുമായി പ്ലക്കാർഡുകളും ഉയർത്തി. ഇറാന്റെ പതാകയും അധികാരത്തിന്റെ അടയാളമായ ചുവന്ന പതാകകളും കയ്യിലേന്തിയാണ് ജനമിറങ്ങിയത്. നിങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, ട്രംപിന്റെ കൊലപാതകം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകൾ മുദ്രാവാക്യം മുഴക്കിയത്. ഖമനേയുടെ സംസ്കാരം ജന്മനാട്ടിൽ നടക്കും. ഇപ്പോഴും വലിയ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെയും ഇറാഖിന്റെയും നിരത്തുകളിൽ നടക്കുകയാണ്. പേരുടെ ജീവൻ നഷ്ടപ്പെട്ട പഹൽഗാം ഭീകരാക്രമണ കേസിൽ ലഷ്കർ ഇ തൊയ്ബ മേധാവി ഹാഫിസ് സയ്യിദിനെ മുഖ്യ സൂത്രധാരനായി പ്രതിചേർത്ത് ദേശീയ അന്വേഷണ ഏജൻസി. ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കുറ്റപത്രം ജമ്മുവിലെ പ്രത്യേക NIA കോടതിയിൽ സമർപ്പിച്ചു. ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിലിരുന്ന് ഈ ആക്രമണം ആസൂത്രണം ചെയ്യുകയും അതിന്റെ നടത്തിപ്പ് നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്തുവെന്നാണ് NIA കണ്ടെത്തിയത്. ലഷ്കർ ഇ തൊയ്ബയുടെയും അതിന്റെ നിഴൽ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെയും നേതാവായാണ് ഇദ്ദേഹത്തെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം 1967 വകുപ്പുകൾ പ്രകാരമാണ് ഹാഫിസ് സയ്യിദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന ശാസ്ത്രീയവും ഫോറൻസിക് തെളിവുകളും സാങ്കേതിക വിവരങ്ങളും കുറ്റപത്രത്തിൽ NIA ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1597 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ 2025 ഡിസംബറിൽ സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ പാകിസ്ഥാനിലെ സൂത്രധാരനായ സാജിദ് ജാട്ടിനെ പ്രതിയേർത്തിരുന്നു. കൂടാതെ 2025 ജൂലൈയിൽ നടന്ന ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട 3 ഭീകരരെക്കുറിച്ചുള്ള വിവരങ്ങളും കുറ്റപത്രത്തിൽ ഉണ്ട്. അയോധ്യ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്നുള്ള ചമ്പത് റായിയുടെ രാജി സ്വീകരിച്ചു. അല്പസമയം മുമ്പ് ചേർന്ന ട്രസ്റ്റ് യോഗത്തിലാണ് ജനറൽ സെക്രട്ടറിയുടെ രാജി സ്വീകരിച്ചത്. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചെങ്കിലും ചമ്പത് റായ് സ്വയം ഒഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ട്രസ്റ്റിയായി തുടരുമെന്നാണ് വിവരം. ചമ്പത് റായിക്ക് പകരം വിശ്വ ഹിന്ദു പരിഷത്ത് അന്തർദേശീയ ജനറൽ സെക്രട്ടറി ബജറംഗ് ബാഗ്ര അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് സൂചന. നാഷണൽ അലൂമിനിയം കമ്പനിയുടെ മുൻ മേധാവിയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ബാഗ്രയെ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആക്കുന്നതോടെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്താൻ കഴിയുമെന്നാണ് BHP നേതൃത്വം കരുതുന്നത്.
ഓണം പ്രമാണിച്ച് കേരളത്തിലേക്ക് 100 അധിക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഉത്സവകാലത്തെ കടുത്ത യാത്രാ തിരക്ക് പരിഗണിച്ചാണ് തീരുമാനം. പ്രത്യേക ട്രെയിനുകളുടെ സമയവിവരങ്ങൾ, റൂട്ടുകൾ, സ്റ്റോപ്പുകൾ എന്നിവയടങ്ങുന്ന വിശദമായ പട്ടിക ഉടൻ റെയിൽവേ പുറത്തുവിടുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓഗസ്റ്റ് നടക്കുന്ന ഓണാഘോഷങ്ങൾക്കായി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഈ പ്രഖ്യാപനം വലിയ ആശ്വാസമാണ്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ടിക്കറ്റ് വിറ്റിരുന്നതിനാൽ യാത്രാക്ലേശം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും സുപ്രധാനമായ പ്രഖ്യാപനം കേരളത്തിന് ആശ്വാസകരമാണ് എന്നാണ് കരുതേണ്ടത്. നടി അൻസിബ ഹസനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അതിജീവിത സംഘടനയിൽ നിന്ന് പോയിട്ട് 9 വർഷമായിട്ടും അൻസിബ എന്തുകൊണ്ട് അപ്പോഴൊന്നും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല എന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. പലത് പറഞ്ഞിട്ടും സഹപ്രവർത്തകർ കോടതിയിൽ അഭിനയിക്കുകയായിരുന്നുവെന്നും സംഘടന ഇന്ന് അനുഭവിക്കുന്നത് അതിജീവിതയുടെ കണ്ണുനീരിന്റെ ചൂടാണെന്നും എതിരാളി അത്ര ശക്തരല്ലാത്തതുകൊണ്ടാണ് അൻസിബയ്ക്കൊപ്പം ചിലരെങ്കിലും നിൽക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. പാലാ നഗരസഭാ തർക്കത്തിൽ സ്വതന്ത്ര കൂട്ടായ്മയായി യോജിച്ചുള്ള പ്രവർത്തനമില്ലെന്ന് ജോസ് കെ മാണി. വിഷയത്തിൽ പ്രാദേശിക നേതൃത്വം തീരുമാനമെടുക്കും. പാലാ നഗരസഭയെ അനാഥമാക്കില്ല. കോൺഗ്രസുമായി യോജിച്ചു പോകുമോ എന്നുള്ളത് മുൻവിധിയോടെയുള്ള ചോദ്യമെന്നും ജോസ് കെ മാണി പറഞ്ഞു. പത്തനംതിട്ടയിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും 100ഓളം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് PK ജേക്കബ്, സെക്രട്ടറി സാം ജോയിക്കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ വലഞ്ചുഴി തുടങ്ങി നിരവധി 100ലധികം പേരാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നത്. ഇടതുപക്ഷത്തിന്റെ ഭരണവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൽ ചേർന്നതെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് PK ജേക്കബ് പറഞ്ഞു. പിണറായി സർക്കാരിന്റെ കാലത്ത് PSC നിയമനത്തിന് PC ചാക്കോ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവുമായി തോമസ് കെ തോമസ്. പാർട്ടി ഫണ്ടിൽ നിന്ന് 1.48 കോടി രൂപ PC ചാക്കോ തട്ടിയെടുത്തു. PC ചാക്കോയ്ക്ക് കേരളത്തിലെ NCPയുമായി ബന്ധമില്ല. ശരത് പവാർ തന്നെയാണ് പാർട്ടി പ്രസിഡന്റായി തെരഞ്ഞെടുത്തതെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി അടുത്ത തിങ്കളാഴ്ച. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ന് വിധി പറയാൻ നിശ്ചയിച്ച കേസ് മാറ്റിവെച്ചത്. 4 സാക്ഷികൾ കൂറുമാറിയെങ്കിലും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ചെന്താമരയ്ക്ക് ശിക്ഷ വാങ്ങി നൽകാൻ പര്യാപ്തമാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ അവകാശവാദം. ചെന്താമര ഇനി പുറത്തിറങ്ങരുത് എന്നും നിയമം അനുശാസിക്കുന്ന വലിയ ശിക്ഷ തന്നെ കോടതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും മകൾ അഖില പറഞ്ഞു. നാടിനെ നടുക്കിയ കോളിളക്കം സൃഷ്ടിച്ച നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ വിധി അടുത്ത തിങ്കളാഴ്ചയാകും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ന് പറയാനിരുന്ന വിധി അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ജഡ്ജി മാറ്റിവെച്ചത്. കേസിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രോസിക്യൂട്ടർക്കുള്ളത്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും അനുകൂല വിധി ഉണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷി വിസ്താരത്തിൽ 4 സാക്ഷികൾ കൂറുമാറിയിരുന്നു. ചെന്താമരയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയും ഒരു ബന്ധുവും പ്രധാന സാക്ഷിയായിട്ടുള്ള മറ്റൊരാളും. എന്നാൽ ഈ കൂറുമാറ്റം കേസിനെ ബാധിക്കില്ല എന്നാണ് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് M വിജയകുമാർ പറയുന്നത്. കേസിൽ പരമാവധി ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് വാങ്ങിക്കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആൾറെഡി ഒരു കേസിൽ കൊലപാതകം നടത്തി ജാമ്യത്തിൽ വന്ന് ഇറങ്ങി അതേ കുടുംബത്തിലുള്ള 2 ആൾക്കാരാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം പനിഷ്മെന്റ് കോടതി കൊടുക്കുന്നതാണ് വിശ്വാസം. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹമെന്ന് മരിച്ച സുധാകരന്റെ മകൾ അഖില പറഞ്ഞു. അഖിലയുടെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും കൊന്നത് ചെന്താമരയാണ്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ചെന്താമര എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവനും അത് ഭീഷണിയാണ്. ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ചെന്താമരയെ പോലെ ആരെങ്കിലും കണ്ടാൽ വലിയ പേടി തോന്നാറുണ്ടെന്നും ചെന്താമര ഇനി ഒരിക്കലും പുറത്തിറങ്ങരുതെന്നും കോടതി നീതി നൽകണമെന്നും അഖില ആവശ്യപ്പെട്ടു. അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്. അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. 2025 ജനുവരി 27 നാടിനെ നടക്കിയ ഈ ഇരട്ടക്കൊലപാതകം നടന്നത്. 2019 സജിതയെ ചെന്താമര കൊന്നിരുന്നു. അതിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറയിലെത്തി സജിതയുടെ ഭർത്താവ് സുധാകരനെ അമ്മ ലക്ഷ്മിയെയും
ചെന്താമര വെട്ടിക്കൊന്നത്. തൻ്റെ കുടുംബം അകലാൻ കാരണം അടുത്ത വീട്ടിലെ നീണ്ട മുടിയുള്ള സ്ത്രീയാണെന്ന ഒരു അന്ധവിശ്വാസത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നലിനെ തുടർന്നാണ് ചെന്താമര ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഒരു തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ പരമാവധി ശിക്ഷ നൽകണമെന്നും ആണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും നാട് കാത്തിരിക്കുന്ന ആ വിധി അടുത്ത തിങ്കളാഴ്ചയാകും. കഴിഞ്ഞ വിധി, അതായത് 2019 കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് വിധിച്ചത്. ഈ ഇരട്ട കൊലപാതക കേസിൽ കോടതി ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും നൽകുക? ഈ ഒരു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ചെന്താമരയെ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതാകുമോ എന്നുള്ളതൊക്കെ തന്നെ അടുത്ത തിങ്കളാഴ്ച അറിയാം. എന്നാണെങ്കിലും കേസിലെ വിധി അടുത്ത തിങ്കളാഴ്ച പ്രസ്താവിക്കുമെന്നാണ് കോടതി ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത്. അഖിലോട്ട് പറഞ്ഞപ്പം CB അനുമോദ്, ന്യൂസ് 18. ഫുട്ബോൾ ആവേശത്തിൽ ലോകം. ഫുട്ബോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിൽ ഇന്ന് യൂറോപ്യൻ ഭീമന്മാരുടെ നേർക്കുനേർ പോരാട്ടം. പ്രീ ക്വാർട്ടറിൽ സ്പെയിനും പോർച്ചുഗലും ഏറ്റുമുട്ടും. ഡാലസിൽ രാത്രി 12:30-ക്കാണ് മത്സരം. ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിൻ്റെ ഇതുവരെയുള്ള മുന്നേറ്റം. ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും യുവ സെൻസേഷൻ ലാമിൻ യമാലും നേർക്കുനേർ വരുമ്പോൾ അത്യുഗ്രൻ മത്സരത്തിലാണ് കളമൊരുങ്ങുന്നത്. ആവേശകരമായ മറ്റൊരു മത്സരത്തിൽ USA ബെൽജിയവുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 5:30-ക്ക് സീറ്റിലെ ലുമൻ ഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകളും 7 തവണ ഏറ്റുമുട്ടിയപ്പോഴും 6 തവണയും ബെൽജിയമാണ് ജയിച്ചത്. ഒരു തവണ മാത്രമാണ് US ജയിച്ചത്. 2014 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ 1-2 ഗോളുകൾക്ക് ബെൽജിയം USA തോൽപ്പിച്ചു. എന്നാൽ ആതിഥേയരായതിനാൽ ലഭിക്കുന്ന വലിയ ആരാധക പിന്തുണ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് US. ഫുട്ബോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ഗോപു നന്ദിലത്ത് G-മാർട്ടിൽ ഓണം സ്പെഷ്യൽ സമ്മാന പദ്ധതിയായ ലക്ക ലക്ക ഓഫർ തുറക്കം. തിരഞ്ഞെടുക്കപ്പെടുന്ന 25 ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനമായി മാരുതി സുസുക്കി ബലേനോ കാറുകൾ, 100 പേർക്ക് വീതം സ്വർണ്ണ വെള്ളി നാണയങ്ങൾ, LED TVകൾ, വാഷിംഗ് മെഷീനുകൾ, ഇങ്ങനെ നീളുന്ന ഓഫറുകളുടെ നിരയാണ് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഗോപു നന്ദിലത്ത് G-മാർട്ട് അധികൃതർ അറിയിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗമായുള്ള ടിക്കി ടാക്ക ഓഫറുകളും ഷോറൂമിൽ സജീവമാണ്. മുൻ സീസണുകളിലെ വിജയികൾക്കുള്ള കാറുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും സമ്മാന വിതരണവും തൃശൂരിൽ നടന്നു. നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, CEO സുബൈർ എന്നിവർ പങ്കെടുത്തു. ഈ പ്രസ്ഥാനം തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. 1984 കാലഘട്ടത്തിൽ തൃശ്ശൂരിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് വളർന്ന് സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1 സ്ഥാപനമാക്കാൻ സാധിച്ചതിൽ എൻ്റെ നല്ലവരായ കസ്റ്റമേഴ്സും അതേപോലെ തന്നെ എൻ്റെ സ്റ്റാഫ് അംഗങ്ങളും പ്രത്യേകം ഞാൻ നന്ദി പറയണം. എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാപനം വളർന്നു വലുതാവാൻ വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ. മാത്രമല്ല എൻ്റെ കസ്റ്റമേഴ്സിനോട് പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു ബിസിനസ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1 സ്ഥാപനം എന്നൊരു പദവിയിലേക്ക് എത്താൻ സാധിച്ചതിൽ തന്നെ വളരെയധികം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സഹകരണം കൊണ്ടും മാത്രമാണ് എനിക്ക് എത്താൻ സാധിച്ചത് തന്നെ. അതിൻ്റെ പിന്നിൽ നിങ്ങൾ നല്ലവരായ എല്ലാ കസ്റ്റമേഴ്സിനോടും എല്ലാ ദൃശ്യമാധ്യമങ്ങളോടും അതേപോലെ തന്നെ എല്ലാ നല്ലവരായ എൻ്റെ കമ്പനി സ്റ്റാഫ് അംഗങ്ങളോടും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതേപോലെ തന്നെ മാനുഫാക്ചേഴ്സിനും എല്ലാവരോടും ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഗോപു നന്ദിലത്ത് G-മാർട്ട് 43 വർഷം പിന്നിടുകയാണ്. ഈ ഓരോ വർഷവും ഗോപു നന്ദിലത്ത് G-മാർട്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. ഓരോ സ്കീമും കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ സമ്മാനങ്ങളും ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഓഫർ ചെയ്യുമ്പോൾ പിന്നെയും ചെയ്യണം, അല്ലെങ്കിൽ പിന്നെയും ഓഫേഴ്സും കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് ഞങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. നിങ്ങൾക്കറിയാം 43 വർഷം ഇതേ ഇൻഡസ്ട്രിയിൽ ഒരു ലെഗസി ഗോപു നന്ദിലത്ത് G-മാർട്ടിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പില്ലർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഞങ്ങളുടെ സ്റ്റാഫ്, ഞങ്ങളുടെ വർക്ക് ഫോഴ്സാണ്.
അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകണം. അത്രയും വോം വെൽക്കമിംഗ് ആയിട്ട് ഓരോ കൗണ്ടേഴ്സും ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും പോകുന്നതിൽ ജിമാർട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ കൗണ്ടറിൽ നിന്ന് ഓരോ കൗണ്ടറുകളിലേക്ക് നമുക്ക് ഓരോ ജില്ലയിൽ 8ഉം 9ഉം ഷോറൂമുകൾ തുടങ്ങാനുള്ള ഊർജ്ജം നൽകുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അവർ തന്നെയാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം ഗ്രാമിന് 13,440, പവന് 1,07,520. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,105, പവന് 88,840. വെള്ളി ഗ്രാമിന് 245, കിലോയ്ക്ക് 2,45,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ലൈവ് at 6 തുടരും ഇടവേളയ്ക്ക് ശേഷം.